മേഡം, ചില ആളുകള് ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാറുണ്ടല്ലോ. ഇത് ശരിക്കും എന്തുകൊണ്ടാണ്? ഇത് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ പുസ്തകത്തില് അമിഗ്ഡാല ഹൈജാക്ക് എന്നാണ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അമിഗ്ഡാല ഹൈജാക്ക് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മളുടെ ത്വക്കുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ഇതെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് പലതരത്തിലുള്ള സിഗ്നൽസ് കൊണ്ടുവരും. അപ്പൊ ഇത് ഏറ്റവും ആദ്യം പിടിച്ചെടുക്കുന്നത് നമ്മളുടെ തിങ്കിങ് ബ്രെയിൻ അല്ലെങ്കിൽ തിങ്കിങ് പാർട്ട്, തലച്ചോറിന്റെ തിങ്കിങ് പാർട്ട് എന്നറിയപ്പെടുന്ന കോർട്ടക്സും പിന്നെ ഇമോഷണൽ പാർട്ട് എന്നറിയപ്പെടുന്ന അമിഗ്ഡാലയാണ്. അപ്പോൾ ഈ തിങ്കിങ് ബ്രെയിൻ അല്ലെങ്കിൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടില് പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ സിഗ്നലിനെ ഒന്ന് വിശകലനം ചെയ്ത് അതിനെ ഒരു യുക്തിപരമായി ചിന്തിച്ച് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടൊക്കെ അതിനൊന്ന് ചിന്തിച്ച് അങ്ങനെ അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒരു കണക്കുകൂട്ടലൊക്കെ വെച്ചിട്ടാണ് അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത്. പക്ഷെ ചില സന്ദർഭം ഇതിന് ഏകദേശം ഒരു അര സെക്കൻഡിൽ താഴെ സമയം എടുക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ, അതായത് നമുക്ക് അപകടം വരുന്ന ഒരു സന്ദർഭങ്ങളിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പാമ്പ് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൊന്നും നമുക്ക് ഈ ഒരു സമയം എടുക്കാനുണ്ടാവില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ അമിഗ്ഡാല അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ടിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് പെട്ടെന്നൊരു പേടി ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഈ ഒരു അവസരത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നമുക്ക് തരണം ചെയ്യുകയും വേണം. അപ്പം ഈ ഒരു അമിഗ്ഡാലയുടെ പ്രവർത്തനം മൂലം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നൊന്നും ചിന്തിച്ച് നിൽക്കത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്റെ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കല് കോളേജിൽ ഇതുപോലെ എക്സാമിന്റെ ടൈമാണ്. ലൈബ്രറിയിൽ നിന്ന് കുറെ ബുക്കൊക്കെ എടുത്തിട്ട് എന്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പൊ ഒരു സ്റ്റെപ്പ് ഉണ്ട്, വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പം ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു പാമ്പിന്റെ മുമ്പിൽ ഞാൻ നേരിടേണ്ടി വന്നു. അപ്പൊ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമുള്ള ഒരു പാമ്പായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്റെ ഹോസ്റ്റലിന്റെ റൂമിലാണ് ഉള്ളത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, ഞാൻ എങ്ങനെ ആ പാമ്പിനെ മറികടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എന്റെ കാലൊക്കെ എന്നിട്ട് നോക്കി പാമ്പെങ്ങാനും കടിച്ച പാടുണ്ടോ എന്നൊക്കെ. ശരിക്കും ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, ഞാൻ എങ്ങനെയാണ് പാമ്പിനെ മറികടന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കാണിച്ചത് വലിയൊരു മണ്ടത്തരമാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു ഓടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒച്ച വെച്ച ആൾക്കാരെ കൂട്ടായിരുന്നു, ആ പാമ്പെങ്ങാനും കടിച്ചാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ മനസ്താപപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അമിഗ്ഡാല അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അതായത് നമുക്ക് ഈ അമിഗ്ഡാല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു സന്ദർഭം അത് നമ്മളെ പേടി ഉണ്ടാക്കണം. അതായത് ഇതിനു മുമ്പ് നമുക്ക് അതുപോലത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ കേട്ടോ കണ്ടോ അറിഞ്ഞോ എങ്ങനെയെങ്കിലും ഉണ്ടായ ഒരു അനുഭവം നമ്മളിൽ ഒരു പേടി ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അമിഗ്ഡാലയുടെ റിയാക്ഷൻ അവിടെ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതാണ് അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ തലച്ചോറിന്റെ മൊത്തം പ്രവൃത്തിയെയും അമിഗ്ഡാല ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും അമിഗ്ഡാല പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിലെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ശരിക്കും 3F ഹോർമോൺസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഹോർമോൺ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 3 മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ ആദ്യം ഒന്ന് പേടിക്കും, പിന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും വിധേന, ഒരു വീണ്ടും വിചാരം ഇല്ലാത്ത ഒരു വിധേന ആ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. പിന്നീട് ഫൈറ്റ് ആണ്, അതിനെ നമ്മൾ ഫൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലൈറ്റ് ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഓടിയാണെങ്കിൽ രക്ഷപ്പെടും. അതായത് 3F ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഇത് 3 ആയിരിക്കും. അപ്പം അമിഗ്ഡാല ആക്ടിവേറ്റ് ആകുമ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല നിയന്ത്രിക്കാൻ പറ്റാത്ത ചില മാറ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ത്തിന്റെ മൂവ്മെന്റ്, അത് എങ്ങോട്ടാണ് പോകുന്നത്, ആ ഗതിയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലാത്തതാണ്. ഇതും ഈ ഒരു അമിഗ്ഡാലയുടെ കൺട്രോളാണ്. അപ്പോ അമിഗ്ഡാലയുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും, നിയന്ത്രിക്കാൻ പറ്റത്തില്ലാത്തതുമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അമിഗ്ഡാല അവിടെ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. എല്ലാവരും പക്ഷെ ഇങ്ങനെ പ്രതികരിക്കാറില്ലല്ലോ. ഇത് വളരെ സെൻസിറ്റീവ്, തീരെ മനക്കെട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം വരത്തുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം
ഉള്ളിൽ ഉളവാകുന്ന ഭയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഭയം ഉണ്ടാവുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അല്ലെ, തീരെ ധൈര്യം ഇല്ലാത്തവരാണ് എല്ലാ കാര്യത്തിനും ഭയക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അപ്പോ അവര് ജീവിതത്തിൽ നേരിടുന്ന പല പല സാഹചര്യങ്ങൾ, അതിപ്പം മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ലൈംഗികപരമായിട്ടോ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ചൂഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നാല്, അല്ലെങ്കിൽ വീട്ടില് ചില കുട്ടികളുണ്ട്, വീട്ടിലെ അച്ഛന്റെ അമ്മയുടെയും തമ്മിലുള്ള വഴക്കൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അതൊരു ഭീതിയായിട്ട് വീണ് കിടപ്പുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് ഇരയായവര്, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ചിലപ്പം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഇത്തരം അമിഗ്ഡാല ആക്ടിവേറ്റ് ആക്കും. കാരണം അവിടെ അവർക്കൊരു ഭയമുണ്ട്. ആ ഒരു ഭയം ഉള്ളത് കാരണം ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു അമിഗ്ഡാല ആക്ടിവേറ്റ് ആകുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ജുന് ഇത് നന്നായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് മീനയുടെ ക്യാരക്ടർ അറിയാമല്ലോ. അവരൊരു ടീച്ചറാണ്. പുള്ളിക്കാരി അവരുടെ കുട്ടികളോട് ഭയങ്കര ക്രൂവലായിട്ട്, ഭയങ്കര ക്രൂരമായിട്ട് അതിനകത്ത് പെരുമാറുന്നത്, അവരുടെ അടുത്ത് പെരുമാറുന്നു. പിന്നെ അവരുടെ ഒരു സൈക്കിക്ക് മൊത്തം തെറ്റിയായിരിക്കുന്നു. അതായത് വെറുതെ എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവര് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വളരെ നമുക്കൊന്നും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് മീന. അപ്പൊ മോഹൻലാലിന്റെ ക്യാരക്ടറിനോട് അവർക്ക് ഭയങ്കര വെറുപ്പാണ് അതിനകത്ത്. അപ്പം മോഹൻലാൽ ഇതിനെ പറ്റി അവിടുത്തെ പ്രിൻസിപ്പളായ സീമയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സീമ ഈ മീനയുടെ ആന്റിയാണ്. അപ്പൊ സീമ ഇവളുടെ ഹിസ്റ്ററി പറയുന്നുണ്ട്. അതായത് പെൺകുട്ടിയുടെ കല്യാണ ജീവിതത്തിൽ ഭർത്താവ് അവളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു. ഇവളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി തട്ടിയത് കാരണം അയാളെ ഓർമ്മപ്പെടുത്തുന്ന അയാളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ അയാളുടെ ഉപയോഗിച്ച മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ മണം, അയാളുടെ മണം, അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ മണം, അതല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, ഒരു ചെരുപ്പ് മോഹൻലാൽ നടന്നു വരുമ്പോഴത്തേക്കിനും ആ ഒരു ചെരുപ്പിന്റെ സൗണ്ട് അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അത് കാരണം ഇതാണ്, ഭർത്താവ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ട് നടന്നിരുന്ന ചെരുപ്പിനും അതേ ശബ്ദം തന്നെയാണ്. അപ്പൊ അതെല്ലാം അവളെ ആ ഭർത്താവിൽ നിന്ന് അവൾ നേരിട്ട് പ്രശ്നങ്ങളിലേക്കാണ് അവളെ കൊണ്ടെത്തിക്കുന്നത്. അതുമൂലമാണ് അവൾ അവിടെ വയലന്റ് ആകുന്നത്. ഈ ഒരു പ്രശ്നം അതുമെല്ലാം ഈ ഒരു അമിഗ്ഡാലയുടെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഭീതി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ശരിക്കും നമുക്കറിയാം ഇതൊന്നും അല്ല അവളുടെ അടിസ്ഥാന പ്രശ്നം. അവളുടെ കോർട്ടെക്സിന് അത് മനസ്സിലാവുന്നുണ്ട്, ഇതൊന്നും അല്ല, ഭർത്താവാണ് അവളുടെ പ്രശ്നം എന്നുള്ളത് അറിയാം. പക്ഷെ ഈ ഒരു അമിഗ്ഡാല ഇതൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ ചെറുതായിട്ട് പേടിക്കുന്നത് കൊണ്ട് ആ ഒരു എക്സ്പോഷർ വരുമ്പോഴത്തേക്കിനും, ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുമ്പോഴും എല്ലാം ഇവള് വയലന്റ് ആയിട്ട് പെരുമാറും. പിന്നീട് സിനിമയിൽ എപ്പോഴും എവിടെയോ എങ്ങാണ്ട് വെച്ചിട്ട് അവള് മോഹൻലാലിന്റെ ചെരുപ്പ് എടുത്ത് കത്തിക്കുന്നുണ്ട്. അതും അവളുടെ ഒരു ഇമ്പൾസിവിറ്റിയാണ് കാണിക്കുന്നത്. ഈ അമിഗ്ഡാലയുടെ ഒരു ആക്ടിവിറ്റി മൂലം അവൾക്കുണ്ടാകുന്ന ഒരു ഓവർ റിയാക്ഷനാണ് കാണിക്കുന്നത്. അതിനുശേഷം അവൾ തന്നെ മനസ്താവപ്പെട്ട ചെരുപ്പ് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ അമിഗ്ഡാലയുടെ കൺട്രോളിലുള്ള ആൾക്കാരിൽ സംഭവിക്കുന്നത്. അവര് പെട്ടെന്ന് ഒരു ഇമ്പൾസിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും. അതിനെപ്പറ്റി ഒരു വീണ്ടും വിചാരം ഉണ്ടാവില്ല. മറ്റുള്ളവരെ പറ്റി ഒന്നും ആലോചിക്കാതെ ആയിരിക്കും അവര് ആ ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ താൻ രക്ഷപ്പെടും എന്ന് കരുതിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അവർക്കത് ഈ ഒരു കോർട്ടെക്സിന് അതിനെപ്പറ്റി ഒരു ഓർമ്മ വരുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ അവരതിനെ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കിനും പലപ്പോഴും അവര് മനസ്താപപ്പെടുകയാണ് ചെയ്യുക. ഇതൊരു മാനസിക രോഗമാണോ അതോ ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇതിന്? ഇതൊരു മാനസിക പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ചില മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇത് വരാം. അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതൊരു മാനസിക പ്രശ്നമാണ്. പിന്നെ വിഷാദ രോഗം, ഷിസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷനിൽ ഇത് വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ചൂഷണം ചെയ്തവർക്കൊക്കെയാണ് ഇത് വരുന്നത്. മാനസിക പ്രശ്നമാണ്. ഷിസോഫ്രീനിയ മൂലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അണ്ടർലൈൻ കോഴ്സ് അത് ശരിക്കും ചികിത്സിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ 100% മാറ്റിയെടുക്കാൻ കഴിയും. ഈ ഒരു ഇമ്പൾസിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവർ റിയാക്ട് ചെയ്യുന്ന നമ്മളുടെ ഒരു ക്യാരക്ടറിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടത്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒരാൾക്ക് തീരെ മനക്കെട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ഒരു മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബോൾഡ് ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മനസ്സിലാക്കുക, നമുക്ക് വരുന്ന ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ബ്രെയിൻ ആണ് നമ്മളെ ആ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യുന്നത്.
ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അര സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്ത് യുക്തിപരമായിട്ട് മറികടക്കാനായിട്ട് നമ്മുടെ കോർട്ടെക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോർട്ടെക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. പിന്നെ എന്താണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫിയർ ഫാക്ടർ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി, ആ പേടി ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ആ ഒരു പേടി ഉണ്ടാക്കിയ കാര്യം ചിലപ്പോൾ അതിന്റെ ചുറ്റിനും വരുന്ന കാര്യങ്ങളെ അല്ല പേടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോ ലൈംഗികപരമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം വന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു തോട്ട്. ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയത് മാത്രമല്ല, നമ്മളുടെ ആ ഒരു സമയത്ത് ആ ഒരാള് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒറ്റപ്പെടുന്നതല്ല പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ തനിച്ചാവുന്നതിലേക്ക് ഒന്ന് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് തീരെ പറ്റില്ലാത്ത ഒരു കാര്യമായിരിക്കും. നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ പേടിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ ഇരുത്തിയിട്ട് നമുക്ക് നമ്മളുടെ റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം. അപ്പൊ ഒരു സമയത്ത് വേറൊന്നും ചിന്തിക്കരുത്, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു പാട്ട് കേൾക്കുകയോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കുകയോ, നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ എപ്പോഴും നമ്മളുടെ അടുത്തുണ്ടായിരിക്കുക. ഇപ്പൊ എന്താവശ്യം വന്നാലും നമുക്ക് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാൽ അപ്പുറത്തുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്ന രീതിയിൽ നമ്മളുടെ ഫോൺ നമുക്ക് അടുത്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മളെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ പ്രാപ്തരാക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഇതിനെ മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ സ്ട്രെസ് ഹോർമോണുകളുടെ ഒക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ അതുണ്ടാക്കുന്ന ഒരു ആ ഒരു ചീത്ത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചീത്ത മാറ്റങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഹോർമോണുകൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്സിറ്റോസിൻ ഒക്കെ അത്തരത്തിലുള്ള ഹോർമോണുകളാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ യോഗ, മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ എക്സസൈസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യാത്തവരായിരിക്കണം. അവർ നമ്മളെ ഒരിക്കലും മുൻനിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടിരിക്കുന്നവർ, അതിപ്പം നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ആര് വേണമെന്നുണ്ടെങ്കിലാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആവാം. ഇങ്ങനെ ആരെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓവർ റിയാക്ട് ചെയ്യാൻ തോന്നുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു കോർട്ടെക്സിന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കാം. അപ്പൊ ചില പ്രീസ്റ്റുകളെയൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ശരിയാകും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും ഈ ഒരു സമയത്ത് നിങ്ങളൊരു 1 തൊട്ട് 10 വരെ എണ്ണാനൊക്കെ പറയും. ശരിക്കും ഇതെല്ലാം ലോജിക്കലി ഒന്ന് തന്നെയാണ്. കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കൂ എന്നാണ് ഇതിനകത്തൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടെക്സ് അവിടെ ആക്ടിവേറ്റ് ആവുകയും ഈ ഒരു സന്ദർഭത്തെ കുറച്ചും കൂടെ യുക്തിപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ദോഷവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ലഘൂകരിച്ച് കൊണ്ടുവരാനും ഈ ഒരു കോർട്ടെക്സിന്റെ ഇടപെടൽ മൂലം കഴിഞ്ഞു വരാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ്. അതായത് ഒരു ഡെയിലി ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ കണ്ണടച്ച് മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറ്റിവെച്ച് മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കണ്ണടച്ചിരുന്നിട്ട് അവനവനെ തന്നെ ഒന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല കാരണങ്ങളുണ്ട്, നമ്മുടെ നാഡിമിടിപ്പ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഇതിലേക്കൊക്കെ ഒന്ന് നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷനെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കുറച്ചൊരു 15 മിനിറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് റെസ്പിറേറ്ററി ടെക്നിക്സ് മെത്തേഡ്. അതായത് നമ്മൾ കുറച്ച് ശ്വാസം, നല്ല ശുദ്ധവായു നമ്മുടെ ഉള്ളിലേക്ക് ശക്തിയായി വലിച്ചെടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നീട് ശക്തിയായിട്ട് ഇതിനെ പുറത്തേക്ക് വിടുക. ഇതുവഴി നമുക്ക് നല്ല വായു, ശുദ്ധവായു, ഓക്സിജൻ നിറഞ്ഞ വായു നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടാനും അതുപോലെ നമ്മുടെ ബ്ലഡ് പമ്പിങ്, അതിന്റെ ഒരു സ്പീഡ്, അതിന്റെ ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടാനും കഴിയും. അപ്പോൾ തന്നെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒരുവിധം പുറത്തേക്ക് പോകും.
പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഈ ഒരു വായു പുറത്തേക്ക് തള്ളുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങളെ പുറത്തേക്ക് തള്ളാനും നമ്മളെ സഹായിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു 100% എഫക്റ്റീവായിട്ട് നമ്മളുടെ ഈ ഒരു ഓവർ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പൾസിവിറ്റിയെ ഒക്കെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ അല്ലെങ്കിൽ കൈവരുതിയിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ.